എന്താ വരാത്തെ? ദീപക്കൊന്നും വിളിച്ചിട്ട് പുറത്തേക്ക് വരുന്നില്ല. ഇന്നെന്താ മൂഡ് ഔട്ടാണ്? ഇന്ന് കൊച്ച് രാവിലെ തൊട്ട് മൂഡ് ഔട്ടാണ്. എന്താണെന്ന് പറയുക, ഭയങ്കര ചൂട് കേട്ടോ ഫ്രണ്ട്സ്. ഒരു മഴക്കാറ് കൊണ്ട് മഴയും പെയ്യുന്നില്ല, ഭയങ്കര ചൂട്. ദീപക്ക് ഇന്ന് വിളിച്ച് സ്കൂബിന്ന് 1000 വട്ടം വിളിച്ചിട്ട് എന്താ വരാത്തെ? എന്താണ് മറ്റേ അവൻ്റെ അടുത്ത് ഓടി വന്ന് ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് പതിപോലെ തന്നെ ഇവൻ്റെ കുസൃതികളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്താ പൊന്നാ ഇന്ന് മൂടൗട്ട്? ഇന്ന് ബിസ്ക്കറ്റ് കഴിക്കണം. മൂടൗട്ടാണ് ഇന്ന്, വലിയ മൂടൗട്ടാണ്. എന്താണെന്ന് അറിയുന്നില്ല. ഈ ഹൈ വേണ്ട, ഇങ്ങനെ ഹൈ വേണ്ട, ഇങ്ങനെ ഹൈ വേണ്ടട കള്ള. ഹൈ തരാൻ പറഞ്ഞപ്പോൾ ഇവിടെ കിടന്ന് കളഞ്ഞ്. ഹൈ വേണ്ട എനിക്ക്. ഇരുന്ന് തന്നേ അതല്ലേ മര്യാദ. മോനെ ഇരുന്ന് തന്നേ. ഇരുന്നതാ നീ കിടന്ന് ഹൈ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇവിടെ കിടന്ന് കള്ളക്കുട്ടനാണ്. എല്ലാവർക്കും ഹൈ കൊടുക്കാൻ പറഞ്ഞപ്പോൾ കിടക്കുന്നതാടാ കള്ളക്കുട്ട, കിടക്കുന്ന പൊന്നെ തട്ടിപ്പാണ് വരുന്നതാണ്. പതിപോലെ വന്ന് നിൽക്കുന്ന കണ്ടോ. പല്ല് തേപ്പിക്കണം, മുഖം കഴുകണം. വയ്യ. സുന്ദര കോമളൻ മമ്മയുടെ മന്മഥൻ ഗന്ധർവൻ, മമ്മിയുടെ മോൻ ഗന്ധർവൻ. വാ തുടച്ചേരാ, ബാ. മൂടൗട്ടൊക്കെ ആണെങ്കിൽ അച്ഛനെ കൊണ്ടാക്കാൻ ഇറങ്ങിക്കോളും കേട്ടോ. എത്ര ചൂടാണെങ്കിലും കണ്ടില്ലേ, പതുക്കെ ഇറങ്ങി വന്നു. എത്ര മൂടൗട്ടാണെങ്കിലും അച്ഛനെ കൊണ്ടാക്കുന്ന സമയം അവനെ ഇറങ്ങി വന്നോളും. ഉറക്കുന്ന കണ്ടില്ലേ. എത്ര മൂടൗട്ടാണെങ്കിലും ചൂടാണെങ്കിലും അച്ഛനെ കൊണ്ടുപോകുന്ന സമയം വരുമല്ലേ. ഇപ്പം തിരക്കിലാണ്. ഇപ്പം എന്നെ ഒന്നും പറയാൻ നിൽക്കരുത്. ഇപ്പോൾ ഭയങ്കര തിരക്കിലാണ് മോന് ഭയങ്കര തിരക്കിലാണല്ലേ. അച്ഛനെ കൊണ്ടാക്കുന്നു, ചേട്ടനെ കൊണ്ടാക്കുന്നു, ചേച്ചിയെ കൊണ്ടാക്കുന്നു, പിന്നെ മമ്മിക്ക് അലക്കി തരുന്നു, പാത്രം കഴുകി തരുന്നു. ഓ കിടക്കോ, ഇന്ന് പണിയുണ്ടാക്കി തരുമോ മമ്മിക്ക്? പോവാന്നല്ലേ, അച്ഛൻ തടവിയൊക്കെ തന്നിട്ട് പോണ്ടേ അല്ലേ. ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞു പോനാ. ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പുറത്തെ കൈ. ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഹായ് അല്ലേ പൊന്നോ? കാട്ടായി കാണിക്കുന്നത്. ഇന്നെന്താ മൂടൗട്ട് നിനക്ക്? എപ്പോഴും ഒരുപോലെ ഇരിക്കും അല്ലേ പൊന്നോ? അല്ല പൊന്നോ, ബോളൊക്കെ കണ്ടാലേ ആക്റ്റീവ് ആവുള്ളൂ. ചൂടാണ് അല്ലേ പൊന്നോ? പോര് കൊടുത്ത ചൂട്, കൊടും ചൂടത്തെ കൊച്ചിനും മൂടൗട്ടാണ്. എവിടെ മരുന്നൊക്കെ കഴിച്ചല്ലോ പൊന്നോ? എവിടെ വെരി ഗുഡ്. അപ്പം മരുന്നൊക്കെ കൊടുത്തു കേട്ടോ കൊച്ചിന്. അതാണ് മരുന്നും ഗുളികയൊക്കെ കൊടുത്തിട്ടാണ് ആയിരിക്കുന്നത്. കണ്ടില്ലേ, മരുന്നൊക്കെ കൊടുത്തിട്ട് അച്ഛൻ്റെ കൂടെ പോകുന്നു. ഓടി ബാ, ചൂടെടുക്ക, ബാ പണിയൻ്റെ ഉമ്മിക്ക് ബാ. അവിടെ മരുന്നൊക്കെ കഴിച്ചിട്ട് പോക്കോ. ടാറ്റ. പതിപോലെയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. ടാറ്റ പറ. ഞാൻ ചേച്ചീൻ്റെ ഇടയിൽ നിന്നൊന്നും തലയിട്ട് നോക്കി അവൻ ഒന്ന് തടവി. ഇതൊക്കെ അവന് ഒരു സമാധാനവും ശാന്തിയും കിട്ടുന്ന പാവം. ഇതൊക്കെ ഇല്ലല്ലോ അവന് സന്തോഷമല്ലേ. വേറെ എന്താ കൊച്ചിന് സന്തോഷം? ഇതൊക്കെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നതും ഒക്കെയാണ്. അവിടെ ഇരിക്കല്ലേ പോന്നെ, അവിടെ ഇച്ഛയാണ് ഗന്ധ. ശരി. അതേ അപ്പോഴാ വന്ന്. അവൻ്റെ അങ്കിള് വന്നതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷം. അങ്കിള് വന്നപ്പോൾ അങ്കിളിനോട് വർത്താനം പറയുന്നു പൊന്നു.
പിന്നെ വരും അങ്കിള്, പിന്നെ വരും. ആ അവിടെ തടയും. ആ ആ അയ്യോ പിന്നെ വരും കേട്ടോ അങ്കിള്. ബാധ്യമായത് ആ ടാറ്റ പറഞ്ഞേക്ക് അങ്കിളിന് ഡാഡിക്ക് ടാറ്റ 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 ടാറ്റ. ഓ ടാറ്റ बोलो तो बोशे बोलो तो एरा दीपक को सब समय टाटा बोलो बोशे बोलो टाटा बोलो हाथ में कैसे टाटा बोलो तो अंकल को टाटा बोलो. അയ്യോ ഓ ആ അങ്കിള് പോയി. അങ്കിളിന് പണിയില്ലേ. പിന്നെ വരും കേട്ടാ. പിന്നെ വന്നിട്ട് നിന്നെ തട. ആ കൊച്ചു പോകുന്നുണ്ട്, കുഞ്ഞു പോണുണ്ട്. അതേ ഏടാ കുഞ്ഞു ബാബ ഇവിടെ മണ്ണൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയാ കുഞ്ഞുവാവയ്ക്ക് ടാറ്റ പറയുന്നത് എങ്ങനെ? കുഞ്ഞുവാവയ്ക്ക് സ്കൂളിൽ പോകുന്ന കുഞ്ഞുവാവയ്ക്ക് എങ്ങനെ ടാറ്റ പറയുന്നത്? ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. കൊതു വരുന്നു. ടാറ്റ പറ. നമ്മുടെ പൊന്നല്ലേ, ഗുഡ് ബോയ്. ടാറ്റ ടാറ്റ ടാറ്റ. കുഞ്ഞുവാവയ്ക്ക് ടാറ്റ. സ്കൂളിൽ പോകുന്ന കുഞ്ഞുവാവയ്ക്ക് ടാറ്റ. അവിടെ പോയി, കുഞ്ഞുവാവ പോയി. ടാറ്റ കാണിച്ചു കൊടുത്ത്. ബാ ഗുഡ് ബോയ് ടാറ്റ. ഓ അവിടെ നിന്ന് എണീക്കുന്നില്ലേ? അച്ഛൻ ഇനി വൈകുന്നേരം വരുവുള്ളൂ. ആ അങ്കിള് പിന്നെ വരുവുള്ളൂ. അങ്കിളിനകത്തുള്ള ഇരിപ്പാണ്. അങ്കിള് പിന്നെ വരുവുള്ളൂ. ബാ അങ്കിളിന് പണിയുണ്ട്. നമ്മുടെ പൊന്നല്ലേ. ബാ ചേച്ചി പോയി. ആ സ്കൂളിലെ ചേച്ചിമാർ പോയി. സ്കൂളിലെ ചേച്ചിമാർ പോയി. ചേച്ചി പോയി സ്കൂളിൽ. അവർ ഇവിടെയൊക്കെ സ്കൂളില്ലേ. ബാ ചേച്ചി സ്കൂളിൽ പോയി. അങ്കിള് പിന്നെ വരുവുള്ളൂ. അങ്കിളിനെ കാത്തിരിക്കുന്നതാണ്. അവനെ ഭയങ്കര ഇഷ്ടമായി. ഈ ആൾക്കാർ വണ്ടിയിൽ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇവനെ തടവലും പിടിക്കലും പിന്നെ കൊഞ്ചിക്കലാണ്. കേൾക്കോ ആ കേൾക്കാം. ആ ചേട്ടനും ടാറ്റ പറ. അച്ഛ പോയി, ചേട്ടൻ പോയി. ചിലപ്പോൾ ചേച്ചി പോവും, ചിലപ്പോൾ ചേച്ചി ഉണ്ടാവും. അപ്പോൾ ഷീറ്റൊക്കെ ഇനി വിരിക്കാൻ പോകുന്നു. എല്ലാവരും വാരി വലിച്ചിട്ടല്ലേ പോയത്. കുഴപ്പമില്ല. ഈ ചേട്ടൻ പോകുന്നു. അവനിങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ പതിപോലെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. തിരക്കൊക്കെ ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ടൈം കിട്ടുന്ന സമയത്ത് വീഡിയോ കണ്ടാൽ മതി കേട്ടോ. തിരക്കെല്ലാം കഴിഞ്ഞ് സമയം കിട്ടുന്ന സമയത്ത് എൻ്റെ വീഡിയോ, എൻ്റെ മോൻ്റെ വീഡിയോ കാണുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഒരു ചെറിയ വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ് കേട്ടോ. പതിപോലെ തന്നെ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ഫാൻസും കുറേ ചങ്ക് ഫ്രണ്ട്സുണ്ട്. അവർക്ക് ഡെയിലി ഇവനെ കാണണം. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുന്നു. പൂക്കാരം വരുന്നുണ്ട്, പൂക്കാരം വണ്ടി. ഇനി പൂവ് തട്ടണം. അപ്പോൾ എല്ലാവർക്കും ഇന്ന് പെസഹ വ്യാഴാഴ്ച, നാളെ ഗുഡ് ഫ്രൈഡേ, പിന്നെ ഈസ്റ്റർ. എല്ലാവർക്കും അഡ്വാൻസ് ഈസ്റ്റർ ദിനം ആശംസകൾ. നല്ല നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.